ഡയറക്ഷൻ മാറിക്കിടക്കുകയാണ്, തിരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പോൾ ഇനി ആ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വി ഗാർഡിൻ്റെ BLDC ഫാൻ സർവീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് വാറൻറ്റിയുള്ള ഫാനാണ്. മഴ പെയ്തിട്ട് വെള്ളം നനഞ്ഞ് ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ വെള്ളം കയറിയതുകൊണ്ട് വാറൻറ്റി കിട്ടത്തില്ല. വാറൻറ്റി കിട്ടാത്തതുകൊണ്ട് ഇത് സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ സെയിം കംപ്ലൈൻ്റ് ഉള്ളൊരു ഫാൻ, ഇത് വെള്ളം കയറി കംപ്ലൈൻ്റ് ആയ ഒരു ഫാനും കൂടെ സർവീസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വൈൻഡിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് റെഡിയാക്കിയത്. ബോർഡ് ലോക്കൽ ബോർഡാണ് കയറ്റിയത്. മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു BLDC കൺവെർഷൻ കിറ്റിനെ കുറിച്ച്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ബോർഡാണ് ഞാൻ ഇതിൽ ഈ വി ഗാർഡിൻ്റെ ഫാനിന് മാച്ച് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈൻഡിങ്ങിൽ ചെറിയ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ അത് വൈൻഡിങ് ചെയ്യാതെ തന്നെ വൈൻഡിങ്ങിലെ കണക്ഷനുകൾ മാത്രം മാറ്റിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് 12 വോൾട്ടിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതിൽ എല്ലാ കമ്പനി ഫാനും ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഇതിൽ വി ഗാർഡിൻ്റെ ഈ മോഡൽ ഫാനിൽ ഞാൻ ഇതുപോലെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ബോർഡ് മാറ്റിയിട്ട് ലോക്കൽ ബോർഡ് കയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡും പെർഫോമൻസും ഉണ്ട്. പിന്നെ കറണ്ട് കൺസപ്ഷൻ അല്പം കൂടുതലാണ് കണക്ക് നോക്കിയപ്പോൾ. നോർമലി ഉള്ളതിനേക്കാളും ഏകദേശം ഒരു 30 വാട്ട്സ് 35 വാട്ട്സിനുള്ളിൽ ടോപ്പ് സ്പീഡിൽ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് വി ഗാർഡിൻ്റെ കമ്പനി ബോർഡിൽ സെൻസർ ഉപയോഗിച്ചാണ് റിമോട്ട് വർക്ക് ചെയ്യുന്നത്, IR സെൻസർ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ബോർഡിൽ RF റിമോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ സെൻസറിൻ്റെ ആവശ്യമില്ല. ഈ മാഗ്നറ്റിനകത്തൊക്കെ നോക്കിയാൽ അറിയാം വെള്ളം കയറി തുരുമ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം. അപ്പോൾ ഇനി വൈൻഡിങ്ങിൽ ഉള്ള കണക്ഷൻ റെഡിയാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് സെറ്റ് ചെയ്യാം. സെൻസർ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കോറെല്ലാം തുരുമ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് എമരി പേപ്പർ പിടിച്ച് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിടാം. അപ്പോൾ ഈ ഫാന് വർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് സെൻസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ കാണിച്ച ബോർഡിൻ്റെ ലോക്കൽ ബോർഡിൻ്റെ കൂടെ വരുന്ന കോയിലാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 0.9 ആണ്. 0.9 ohms ആണ് കാണിക്കുന്നത്. എല്ലാ വൈൻഡിങ്ങിലും 0.9 ohms ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ വി ഗാർഡിൻ്റെ കമ്പനി കോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടു 2.3 ohms ആണ് കാണിക്കുന്നത്. എല്ലാത്തിലും 2.3 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ റെസിസ്റ്റൻസ് ഏകദേശം നമുക്ക് ആ 0.9 എത്തിക്കാൻ പറ്റില്ല. ഏകദേശം അടുപ്പിച്ചുള്ള ഒരു റെസിസ്റ്റൻസ് ആക്കണം. ഇതിൽ മൊത്തത്തിൽ 3 സെറ്റ് വൈൻഡിങ് ആണ്. 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. 3 ഫേസിൻ്റെ സെയിം കണക്ഷനാണ് വരുന്നത്. ഒരു 3 വൈൻഡിങ്ങിൽ നിന്ന് ഓരോ ലീഡ് എടുത്ത് കോമൺ ആക്കി അതിനെ സ്റ്റാർ പോയിൻ്റ് ആക്കി വിട്ടിട്ട് ബാക്കി 3 ലീഡാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ വന്നിരിക്കുന്ന വൈൻഡിങ് ഓപ്പോസിറ്റ് ഉള്ള 3 സ്ലോട്ടുകളിൽ വരുന്ന വൈൻഡിങ് ഒരു വൈൻഡിങ് ആണ്. ഇതിൻ്റെ ഇപ്പുറത്ത് വരുന്ന 3 സെറ്റ് വൈൻഡിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന 3 വൈൻഡിങ്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വൈൻഡിങ്ങിനെ പാരലാക്കുമ്പോൾ നോർമലി റെസിസ്റ്റൻസ് കുറയും. പിന്നെ പാരലും കൂടെ ആകുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ കുറയും. അപ്പോൾ ഏകദേശം ഒരു 1.5
1 ആ റേഞ്ച് വരുമെന്ന് തോന്നുന്നു. അതിന് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് കണക്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എത്ര കിട്ടുമെന്നുള്ളത്. എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയെന്ന് ഓർമ്മയില്ല. എന്തായാലും കറക്റ്റായിട്ട് കിട്ടും, വർക്ക് ചെയ്യും, അതും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. ഞാനതിൻ്റെ ഡയഗ്രാം പേപ്പറിൽ വരച്ച് കാണിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എത്രത്തോളം മനസ്സിലാകുമെന്നറിയില്ല. ഇതിൽ ടൈലെല്ലാം ആദ്യം കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ നമുക്ക് എല്ലാ ഫാനിലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല, എല്ലാ കമ്പനിയുടേതും. പക്ഷേ ഇതിൽ വീഗാർഡിൻ്റെ ഉറപ്പാണ്, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നല്ല പെർഫോമൻസ്, നല്ല അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. അവർ ഉപയോഗിച്ചവർ പറഞ്ഞത് കമ്പനി വൈൻഡിങ്ങിൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ കാറ്റ് കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്, സ്പീഡ് കുറച്ചും കൂടെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇതിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 3 സെറ്റ് വൈൻഡിങ്ങിൻ്റെയും 1 ലീഡ്, ഒന്നുകിൽ ബിഗിനിങ് അല്ലെങ്കിൽ എൻഡ്. അപ്പോൾ ആ 3 ലീഡാണ് ഈ ഔട്ട് എടുത്തിരിക്കുന്നത്. ബാക്കി 3 ലീഡ് ഇവിടെ സ്റ്റാർ പോയിൻ്റ്. അപ്പോൾ അടുത്ത് ഓരോ വൈൻഡിങ്ങിൽ നിന്നും അടുത്ത വൈൻഡിങ്ങിലേക്ക് പോകുന്ന കമ്പിയാണ് ഇത് കാണുന്നത്. അങ്ങനെ 3 ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ വെച്ച് സെൻറ്റർ കട്ട് ചെയ്തിട്ട് പാരലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വരുമ്പോൾ പാരൽ കറക്റ്റാണ് വരുന്ന രീതിയിൽ, ആ ഒരു മാഗ്നറ്റിക് ഫ്ലോ കറക്റ്റായിട്ട് വരുന്ന ഒരു രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ നിൽക്കുന്ന കമ്പി ലെങ്ത് എത്തൂല, അതുകൊണ്ട് വേറെ കമ്പി ഇതിൽ ജോയിൻ്റ് ചെയ്താണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊളിച്ച് റീവൈൻഡിങ് ചെയ്താലും റെഡിയാക്കാം. പക്ഷേ ആ റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് വരണം. റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ആ ഒരു പെർഫോമൻസ് കറക്റ്റായി കിട്ടുള്ളൂ. പിന്നെ തീരെ റെസിസ്റ്റൻസ് കൂടിപ്പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇതേ കണ്ടീഷനിൽ ഇത്രയും റെസിസ്റ്റൻസ് 2.3 ഓംസ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഫാൻ വർക്ക് ചെയ്യുന്നില്ല. റെസിസ്റ്റൻസ് വാല്യൂ കുറച്ചതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓരോ സെറ്റായിട്ട് ആദ്യം ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ എൻഡ് വരുന്നത് ഈ പുറത്തേക്ക് വരുന്ന ലീഡിൻ്റെ എൻഡാണ്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് അതിൻ്റെ എൻഡാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്ന വൈൻഡിങ്ങിൻ്റെ ഇപ്പോൾ റെഡ് ആയാലും ബ്ലൂ ആയാലും യെല്ലോ ആയാലും അതിൻ്റെ എൻഡ്, ആ വൈൻഡിങ് ചുറ്റി തീരുന്ന എൻഡ് സ്റ്റാറിൽ കണക്റ്റ് ആവണം, സ്റ്റാറിലോട്ട് കണക്റ്റ് ആവണം. അത് 3 എൻഡും സ്റ്റാറിലോട്ട് തന്നെ കണക്റ്റ് ആവണം. അടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്, അതായത് സ്റ്റാറിൽ നിന്ന് വരുന്ന വൈൻഡിങ്ങിൻ്റെ എൻഡ് നമ്മുടെ ഈ വൈൻഡിങ്ങിലോട്ട് കണക്റ്റ് ആവണം. അത് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന പോള് തന്നെ ആയിരിക്കണം അതാത് കളറിൽ കണക്റ്റ് ആവേണ്ടത്. അത് മാറിപ്പോകരുത്. ഇത് മഞ്ഞ കളറ് വരുന്ന ലീഡിൻ്റെ എൻഡാണിത്. അപ്പോൾ ഈ എൻഡ് തീർച്ചയായിട്ടും സ്റ്റാറിലോട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ ഇപ്പുറത്തെ എൻഡ് നോക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വിട്ട മറ്റേ അറ്റം, അപ്പോൾ അത് സ്റ്റാറിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാറിൽ നിന്ന് വരുന്ന വൈൻഡിങ്ങിൻ്റെ എൻഡാണ് ഈ എൻഡ്. അപ്പോൾ ഈ എൻഡ് നമ്മുടെ ഇവിടെ മഞ്ഞയിൽ കയറണം. ഇത് വന്ന് മഞ്ഞയിൽ കണക്ട് ചെയ്യണം. ഈ മഞ്ഞയിൽ നിന്ന് നിൽക്കുന്ന ഈ എൻഡ് സ്റ്റാറിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കളറും, ഇപ്പോൾ നീലയുടെ വൈൻഡിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ നീല ലീഡിൽ നിന്ന് കണ്ടിന്യൂറ്റി കിട്ടുന്ന എൻഡ് സ്റ്റാറിലോട്ട് പോകണം. സ്റ്റാറിൽ നിന്ന് കണ്ടിന്യൂറ്റി കിട്ടുന്ന എൻഡ് തിരിച്ചിവിടെ നീലയിൽ വന്ന് കയറണം. അതുപോലെ റെഡും അതുപോലെ തന്നെയാണ്. റെഡിൽ നിന്ന് നമ്മൾ അടുത്ത സെറ്റ് കട്ട് ചെയ്ത് വിടുമ്പോൾ റെഡിൽ നിന്ന് കണ്ടിന്യൂറ്റി കിട്ടുന്ന എൻഡ് സ്റ്റാറിലോട്ട് പോകണം. സ്റ്റാറിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടിന്യൂറ്റി കിട്ടുന്ന എൻഡ് തിരിച്ചിവിടെ റെഡിലോട്ട് വരണം. ഈ സ്റ്റാർ പോയിന്റിൽ നിന്ന് വരുന്ന വൈൻഡിങ്ങിൻ്റെ എൻഡ് യെല്ലോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലീഡ് നമ്മുടെ സ്റ്റാർ പോയിന്റിലാണ് ജോയിൻ്റ് ആവേണ്ടത്.
ലാസ്റ്റ് ഒരുമിച്ച് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്കി 2 സെറ്റ് വൈൻഡിങ് കൂടെ ഇതുപോലെ ചെയ്യാം. ഇതിലിപ്പോൾ എല്ലാ കണക്ഷനുകളും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിലേക്ക് കണക്ട് ചെയ്യേണ്ട സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ലീഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ലീഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയഗ്രാം ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കെട്ടി ഒതുക്കാം. .6 അപ്പോൾ എന്തായാലും നോക്കാം. എൻ്റെ ഓർമ്മ 1 സംതിങ് വന്നെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ വരില്ല. ഒരേ കമ്പനി ഒരേ മോഡൽ ഫാൻ ആയതുകൊണ്ട് ഒരേ റെസിസ്റ്റൻസ് തന്നെ വരുള്ളൂ. എന്തായാലും ഇനി ഒന്ന് സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വാർണിഷ് ഒഴിക്കാം. ഇപ്പോൾ പുതിയ സ്ലീവൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് വാർണിഷ് ഒഴിക്കാം. ഇനി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മാഗ്നറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൈ അതിൻ്റെ കവറിൻ്റെ ഇടയിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം അടയ്ക്കാനായിട്ട്. ഇതിൽ പുതിയ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് പുതിയ ട്രേ കിട്ടിയിട്ടുണ്ട് ബോർഡിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ട്രേ ഇതിൽ സെറ്റ് ചെയ്യണം. ഷാഫ്റ്റിൽ ഉറപ്പിക്കാനായിട്ട് ഈ സൈഡിൽ ഹോൾ ഇടണം. അപ്പോൾ ഹൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നതുകൊണ്ട് മാക്സിമം താഴ്ത്തി ഹോൾ ഇട്ടാലേ ഇതിൽ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനൊരു ഹോൾ ഇട്ടെടുക്കാം. ബോർഡ് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ വയർ എത്തുന്നത് നോക്കണം. അത് കണക്കായിട്ട് വേണം. ഇത് ലെങ്ത്ത് കുറവാണ്. നമുക്ക് ഇതിൽ സോൾഡർ ചെയ്താണ് വയ്ക്കേണ്ടത് ഈ വയർ. അതിന് ലെങ്ത്ത് എത്തുന്ന രീതിയിലാണ് ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് DC-യുടെ വയർ ആവശ്യമില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ടാപ്പ് അടിച്ച് വയ്ക്കാം. 12 വോൾട്ട് DC കൊടുത്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിലിപ്പോൾ നമുക്ക് വയർ നീളം കുറവാണ്. അതിനകത്ത് കൊടുക്കാനായിട്ട് നീല മാത്രമേ എത്തുള്ളൂ. ബാക്കി വയർ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. നമുക്കിതിൽ ഡയറക്ഷൻ മാറ്റാനായിട്ട് 3 ഫേസ് മോട്ടർ പോലെ തന്നെയാണ്. 3 ഫേസ് മോട്ടറിൽ നമ്മൾ ഡയറക്ഷൻ മാറ്റും പോലെ ഏതെങ്കിലും 2 വയർ, ഈ വൈൻഡിങ്ങിനുള്ളിൽ നിന്ന് വരുന്നതിൽ ഏതെങ്കിലും 2 വയർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നീല എന്തായാലും ആദ്യത്തേൽ കൊടുക്കാം. കാര്യം നീലയ്ക്ക് ഇപ്പം നിലവിൽ നീളം കുറവാണ്. അപ്പോൾ ഒന്നാമത്തേൽ കൊടുക്കാം. ബാക്കി 2 എണ്ണത്തിൽ അടുത്ത കളറുകൾ കൊടുക്കാം. കൊടുത്തിട്ട് എന്തെങ്കിലും ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ റെഡും യെല്ലോയും തമ്മിൽ മാറ്റി കൊടുക്കാം.
ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഈ വയർ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടർ ബാറിൽ നിന്ന് 2 കണക്ടർ കട്ട് ചെയ്ത് ഇവിടെ സ്ക്രൂ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിനതിൽ കണക്ട് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വയർ ടെസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് നോക്കുകയാണ്. ഡയറക്ഷൻ മാറിക്കിടക്കുകയാണ്, തിരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പോൾ ഇനി ആ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ റെഡ്, യെല്ലോ, ബ്ലൂ എന്നുള്ള ഓർഡറിലാണ് കിടക്കുന്നത്. ഇനി യെല്ലോ, റെഡ്, ബ്ലൂ അങ്ങനെ ആക്കാം. ഇപ്പോൾ റെഡിനെ സെൻറ്റർ കൊടുത്തിട്ട് യെല്ലോയെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഡയറക്ഷനാണ്. ഇനി റിമോട്ട് ഒന്ന് പെയർ ചെയ്യാം. റിമോട്ടിൽ പവർ ബട്ടൺ പ്രസ് പിടിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം റിമോട്ട് പെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ പവർ ബട്ടൺ പ്രസ് പിടിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാണ്. ഇപ്പോൾ റിമോട്ട് പെയർ ആയിട്ടുണ്ട്. റിമോട്ടിൽ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആകുന്നുണ്ട്, ഓൺ ചെയ്യുമ്പോൾ ഓൺ ആകുന്നുണ്ട്. ഓൺ ചെയ്യാം. ഫുൾ സ്പീഡ് വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഇതിൽ നമുക്ക് കറക്റ്റ് സ്പീഡ് അറിയാൻ പറ്റത്തില്ല. കറക്റ്റ് സ്പീഡ് അറിയാനായിട്ട് നമുക്ക് സീലിങ്ങിൽ സെറ്റ് ചെയ്ത് നമുക്ക് ലീഫൊക്കെ സെറ്റ് ചെയ്ത് സീലിങ്ങിൽ തൂക്കിയാൽ മാത്രമേ കറക്റ്റ് സ്പീഡ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം കൂടെ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് വൈൻഡിങ്ങിൽ ഒരു സൈഡ് 3 വൈൻഡിങ്, ഒരു സൈഡ് 3 വൈൻഡിങ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതൊരു സെറ്റ്, അടുത്ത് തിരിച്ച് ലെഫ്റ്റ്, അടുത്ത് വീണ്ടും റൈറ്റ്, അങ്ങനെ 3 സെറ്റ് വൈൻഡിങ് ആയി. ഇത് കറങ്ങി തിരിച്ച് ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും റൈറ്റ് ചുറ്റും. ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കുന്ന ഒരു റെഡ് എന്ന് കണക്കാക്കാം, റെഡ് എന്ന്. അടുത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് ഇവിടെ ഒരു സെറ്റായി, അടുത്ത് രണ്ടാമത്തെ സെറ്റായി, തിരിച്ച് വീണ്ടും മൂന്നാമത്തെ സെറ്റായി. ഇത് സ്റ്റാർ പോയിന്റിലായിട്ടാണ് പോകുന്നത്. ഇത് സ്റ്റാർ പോയിൻ്റാണ്. ഇത് റെഡ്. അപ്പോൾ നമ്മൾ ഇതാണ് കമ്പനി വൈൻഡിങ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ലീഡിനെ കൊണ്ടുവന്ന് നമ്മൾ ഈ സ്റ്റാറിലോട്ട് കണക്ട് ചെയ്യും. ഇത് ഇവിടെ നിന്ന് ഈ എൻഡിനെ കൊണ്ടുവന്ന് ഈ റെഡിലോട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് നേരെ പകുതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ വൈൻഡിങ്ങിലും, ഇതിപ്പോൾ റെഡാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചത്, ഇതുപോലെ തന്നെ ബ്ലൂവും ഒയ്യും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് വൈൻഡിങ്ങിൽ നിന്ന് കട്ട് ചെയ്യുന്നതിൽ സ്റ്റാറിൽ മാത്രമേ കോമൺ ആയിട്ട് വന്ന് കണക്റ്റ് ആവുന്നുള്ളൂ. മറ്റേത് നമ്മൾ സ്റ്റാറിൽ നിന്ന് വരുന്ന ഇപ്പുറത്തെ എൻഡ്, ഇത് ഇപ്പോൾ സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സെറ്റ് വൈൻഡിങ്ങിൻ്റെ ഇവിടുത്തെ എൻഡ് വന്നിട്ട് റെഡിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്, റെഡിൽ കണക്ട് ചെയ്യണം. ഒയ്യിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒയ്യിൽ തന്നെ കണക്ട് ചെയ്യണം. ബി കളർ കോഡ് വരുന്ന വൈൻഡിങ്ങിൽ നിന്നാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ബിയിൽ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണക്ഷൻ എളുപ്പമാണ്. നമുക്ക് വൈൻഡിങ് ചെയ്യാതെ തന്നെ, റീവൈൻഡിങ് ചെയ്യാതെ തന്നെ നമുക്ക് ലോക്കൽ ബോർഡ് കയറ്റി BLDC ഫാൻ സർവീസ് ചെയ്യുന്നതിനുള്ള ഒരു വഴിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.